അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബാക്കി വന്ന ഇഡ്ഡലി ഇതായി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ തലേദിവസം ബാക്കി വന്ന ഇഡ്ഡലി ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. രാവിലെ ബാക്കി വന്ന ഇഡ്ഡലി ആയാലും കുഴപ്പമൊന്നുമില്ല. ഈ ഇഡ്ഡലി നമ്മൾ പിടിച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ തയ്യാറാക്കി എടുത്ത ഇഡ്ഡലി ആണെന്നുണ്ടെങ്കിൽ നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. ഇത് രാവിലെ നമ്മൾ തയ്യാറാക്കി എടുത്താലും വൈകിട്ടാവുമ്പോൾ ഇതുപോലെ കട്ടിയായിട്ടിരിക്കും. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ആവിയൊക്കെ കയറ്റി എടുത്താലേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് മാറുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഈ ബാക്കി വന്ന ഇഡ്ഡലി വെച്ചിട്ട് അടിപൊളി ഒരു സ്നാക്സ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മീഡിയം സൈസ് ഇഡ്ഡലിയാണ് 5 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വലുപ്പമുള്ള ഇഡ്ഡലി ആണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം ഒക്കെ എടുത്താൽ മതിയാകും. ഇനി നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലൊന്ന് കൈ വെച്ച് ഇതുപോലൊന്ന് മുറിച്ചിടാം. നമ്മൾ കൈ കൊണ്ട് മുറിച്ചെടുത്ത ഇഡ്ഡലി മുഴുവനും മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഒരേ സ്പീഡിലിട്ട് പൊടിക്കരുത്, പൾസ് ചെയ്ത് അതായത് നിർത്തി വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാൻ. ഇതുപോലെ കട്ടിയുള്ള ഇഡ്ഡലി ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നല്ലോണം പൊടിഞ്ഞ് കിട്ടുള്ളൂ. നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആണെന്നുണ്ടെങ്കിൽ കുഴഞ്ഞ പരുവത്തിനാണ് കിട്ടുന്നത്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇഡ്ഡലി ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് പൊടിച്ചിട്ടെടുക്കും. സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടില്ല, കുഴഞ്ഞ പരുവത്തിനാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ബാക്കി വന്ന ഇഡ്ഡലിയാണ് ഇതിനു വേണ്ടി എടുക്കേണ്ടത്. ഇനി ഒരു ബൗളിലേക്ക് 2 മീഡിയം സൈസ് സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല. ഇനി പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ എരിവില്ലാത്ത 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ 1 എണ്ണം എടുത്താൽ മതിയാകും. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വലിയ ജീരകം ഒന്ന് ചതച്ചെടുത്ത് തന്നെ, പെരിഞ്ജീരകമാണ്, ചെറിയ ജീരകമല്ല. അപ്പോൾ ചതച്ചിട്ട് വേണം എടുക്കാൻ. ചതച്ചതില്ല പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഈ ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് ഒന്ന് കഴുകി അത് മുറുക്കി പിഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ക്യാബേജ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കായപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി കുഴച്ചെടുത്തതിന് ശേഷം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് കൈവച്ച് എല്ലാം കൂടിയിട്ട് ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ആ സവാളയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരണം. നല്ലോണം തിരുമ്മി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. സവാളയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിച്ചെടുത്ത 1/2 കപ്പ് കടലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 1/2 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇടിയപ്പം അപ്പത്തിനൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നും ഇല്ലാത്ത വറുത്ത അരിപ്പൊടി വേണം എടുക്കാൻ. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ സവാളയുടെയും പച്ചക്കറികളുടെയും ഈർപ്പത്തിൽ തന്നെയാണ് നമ്മൾ പൊടി കുഴച്ചെടുത്തിട്ടുള്ളത്. ഇതിലൊട്ടും തന്നെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നല്ലതുപോലെ ഒന്ന് തിരുമ്മി എടുക്കുന്ന സമയത്ത് ഇതുപോലെ കുഴഞ്ഞ പരുവത്തിന് കിട്ടും. അഥവാ ഇതുപോലെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾക്ക് കടലമാവിന് പകരം വേണമെന്നുണ്ടെങ്കിൽ, കടലമാവ് ഇല്ലയെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് മൈദയും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഇഡ്ഡലി മുഴുവനും ഇട്ട് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടിയിട്ട് ഒന്ന് കുഴച്ച് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇഡ്ഡലിയും ബാക്കി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കുഴഞ്ഞ പരുവത്തിന് വേണം നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത സമയത്ത് ഇതുപോലെ വേണം ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിതിൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കശുവണ്ടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷനിലാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. കശുവണ്ടിക്ക് പകരം നിലക്കടല വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം എന്താ കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നേരിട്ട് എണ്ണയിലേക്കിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ കയ്യിൽ കുറച്ച് മിക്സ് എടുക്കുക, മുറിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. എന്നാൽ മാത്രമേ നല്ലോണം മൊരിഞ്ഞ് കിട്ടുള്ളൂ. ഒരു 10 സെക്കൻഡ് ആയതിനു ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം മൊരിഞ്ഞതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ഇതാ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റാം. ഇപ്പോൾ എല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇഡ്ഡലി വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ സ്നാക്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്